നേപ്പാളിനെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം, നോർത്ത് നേപ്പാൾ ആൻഡ് സൗത്ത് നേപ്പാൾ. ഞാൻ പോകുന്നത് നോർത്ത് നേപ്പാളിലേക്കാണ്. അഡ്വഞ്ചർ പ്രേമികൾക്ക് ഉള്ളതാണ് നോർത്ത് നേപ്പാൾ. നേപ്പാളിലെ ഫേമസ് ആയ ഒരു ട്രക്കിംഗ് ആണ് അന്നപൂർണ സർക്യൂട്ട് ട്രക്കിംഗ്. ഏകദേശം 230 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. എവിടെ നിന്നാണ് ഇതിന്റെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ റൂട്ട് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ നേപ്പാൾ ബോർഡർ എത്തി ഇന്ത്യക്കാർക്ക് ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് കാണിച്ചാൽ മതി കേട്ടോ. നേപ്പാളിൽ എത്തി ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നേപ്പാളി സിം എടുത്തോളൂ കേട്ടോ. ട്രക്കിംഗ് ഒക്കെ ചെയ്യണവരുണ്ടെങ്കിൽ നമസ്തേ സിം എടുത്തോളൂ കേട്ടോ. പിന്നെ മണി എക്സ്ചേഞ്ച് പോയിട്ട് പൈസ അങ്ങോട്ട് ചേഞ്ച് ചെയ്തോളൂ. ഇന്ത്യയിൽ ₹1 1.6 ആണ് വാല്യൂ. ഇനി ഇവിടുന്ന് നമുക്ക് കാഠ്മണ്ഡു പിടിക്കണം. AC ബസ് ആണെങ്കിലും ഇങ്ങനത്തെ ചെറിയ ട്രാവലർ ആണെങ്കിലും ഒരാൾക്ക് 1150 നേപ്പാളി പൈസയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഇവിടുന്ന് ഏകദേശം 250 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് കാഠ്മണ്ഡുവിലേക്ക്. ഒരു 7 മണിക്കായപ്പോ വണ്ടി ഫുഡ് കഴിക്കാൻ നിർത്തി. ചൗമീനാണ് ഞാൻ കഴിച്ചത്. നേപ്പാളി പൈസ 100 ആണ് എനിക്ക് വന്നേ. ഒരു 9 മണിക്കായപ്പോഴേക്കും നല്ല കിടില മഴ കിട്ടി. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോ കാഠ്മണ്ഡു എത്തി. നേപ്പാളി പൈസ 500 കാഠ്മണ്ഡുവിൽ എനിക്ക് റൂം കിട്ടി. രാവിലെ തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച അടുത്ത ലൊക്കേഷൻ പിടിച്ചു. ഇവിടുന്ന് നേരെ സ്വയംഭൂനാഥ് ടെമ്പിളിലേക്കാണ് നമ്മൾ പോണത്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. നല്ല മഴ പെയ്തതിന്റെ റോഡൊക്കെ നല്ല മോശമാണ്. കുറച്ച് നടന്നപ്പോ ഒരു നേപ്പാളി ഏട്ടന് കിട്ടി. ഏട്ടൻ എനിക്ക് സ്വയംഭൂനാഥ് ടെമ്പിൾ വരെ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞു. ബാക്കി പിന്നെ